അധികാരികളുടെ അനാസ്ഥ മൂലം നെല്ലിക്കുഴി ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സ്കൂളിൽ ഒരുക്കിയിട്ടില്ല. ഫയർഫോഴ്സ് NOC പോലും ഇല്ലാതെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും പരാതി ഉയരുന്നുണ്ട്. 2010-15 കാലഘട്ടത്തിൽ ഹൈസ്കൂളാക്കി ഉയർത്തിയ ഈ വിദ്യാലയം 100% വിജയത്തുടർച്ചയോടെ മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂൾ തകർച്ചയുടെ വക്കിലാണ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് മന്ദിരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി. ഫയർഫോഴ്സ് NOC പോലും ഇല്ലാതെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നു. ഒരപകടമുണ്ടായാൽ കുട്ടികളെ രക്ഷിക്കുവാനുള്ള യാതൊരു സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടില്ല. ബാത്റൂം പൊട്ടിപ്പൊളിഞ്ഞ് വാതിലു പോലുമില്ലാതെ കിടക്കുന്നു. വേണ്ടത്ര വാഷ് ബേസിൻ സൗകര്യം പോലും കെട്ടിടത്തിലില്ല. സ്കൂൾ ഗ്രൗണ്ട് കാട് കയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പഴയ ഓടിട്ട കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ്. കാലാവധി കഴിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഈ പ്രദേശം ഗ്രൗണ്ടാക്കി മാറ്റണമെന്നാണ് പൊതുപ്രവർത്തകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വർഷത്തെ പുതിയ അഡ്മിഷൻ 3-4 കുട്ടികൾ മാത്രമാണ്. അതും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ മാത്രം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്കൂൾ തകർച്ചയുടെ വക്കിലാണ്. നിലവിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഈ വിദ്യാലയം. വളരെ അടിയന്തരമായി വേണ്ടപ്പെട്ട അധികാരികൾ സ്കൂളിന്റെ ഉന്നമനത്തിനായി ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറേച്ചാലിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഈ മുകളിലുള്ള കെട്ടിടങ്ങൾ എല്ലാം പൊളിച്ചു നീക്കിക്കൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റിക്കൊണ്ട് ഈ കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ഈ കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇതിൻ്റെ അകത്ത് ബാത്റൂമില്ല എന്നുള്ള പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 20 ലക്ഷം രൂപ വീണ്ടും ഫണ്ട് വെച്ചാണ് കഞ്ഞിപ്പുരയും ബാത്റൂമും ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ആ ബാത്റൂമുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ വാഷ് ബേസിൻ സ്ഥാപിച്ചിരിക്കുന്നതെല്ലാം ഒരു സ്കൂളിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഒരു സംവിധാനത്തിലല്ല ഈ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ പാഴാക്കി എന്നുള്ളതല്ലാതെ ഈ സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇതിൻ്റെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഈ പ്രദേശത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ, സ്വകാര്യ സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്.